ഹലോ സുഹൃത്തുക്കളെ, ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കാര്യങ്ങളൊക്കെ മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്, സർവൈവലാണ്. ഇത് കുറേ എപ്പിസോഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫോണിലാണ് കളിക്കുന്നത്. നമ്മളിവിടെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ ഇടാൻ മറന്നുപോയി. വീഡിയോ റെക്കോർഡ് ചെയ്യണം മുമ്പ് എൻ്റെ ചാർജ് ഇറങ്ങിപ്പോയി. അയ്യോ, ഞാനപ്പോൾ ചാടി ഗൈസ്. സെറ്റാക്കാം. അത് ഹോളുണ്ട് കാണിച്ചുള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടല്ല കളിക്കുന്നത്. സർവൈവൽ നമ്മൾ രണ്ടാമതാണ് കളിക്കുന്നത്. സർവൈവൽ അധികം ഇതടിച്ച ആൾക്കാർ ഉള്ളിക്കണം എൻ്റെ ഇഷ്ടം. ഇവിടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ലൂട്ടടിച്ച് മാറ്റാം. എന്താ സംഭവം? ചാക്കാണോ? നമുക്ക് വലിയ ക്യാരറ്റ് അടിച്ച് മാറ്റാം. ഹാർവെസ്റ്റ് ചെയ്യാനൊന്ന് എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഹാർവെസ്റ്റ് അല്ല, ഒന്നതിന് പറയാം. മലയാളത്തിൽ പുല്ലൊക്കെ പറിച്ചാളാ. പുല്ല് പറിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വേറെ കാര്യം. നമുക്ക് നമ്മളുടെ സ്ഥലത്ത് ക്യാരറ്റ് നടാം. ഇതിലേറ്റവും ഇഷ്ടം ക്യാരറ്റാണ്. നല്ല കളറും ക്യാരറ്റിൽ വത്തക്കട പൊളിച്ചാൽ മതി. ഇതിനിട്ട് വത്തക്കട സീൽ വത്തക്കട ഒരു കിട്ടിയില്ലല്ലോ. ഇത് കൊണ്ടുപോയി നട്ടാൽ വത്തക്ക വരും. ഓക്കെ, പക്ഷെ നമ്മളുടെ വീട് അങ്ങോട്ടായിരുന്നു, അങ്ങോട്ടൊക്കെയാണെന്ന്. ദിസ് ഈസ് മൈ ഹോം. നമ്മളുടെ വീടെത്തി. അയ്യോ, ഇതേതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയാം. നമുക്കിവിടെ വത്തക്ക നടാം. അയ്യോ, ഇവിടെ വത്തക്ക നടാം. ഇവിടെ ബീട്രൂട്ട് ക്യാരറ്റ്. ഇവിടെ വത്തക്ക. അയ്യോ, വത്തക്ക തിന്നാൻ്റെ. ഈടോ പൊട്ട അവരിങ്ങനെ നട്ടു ലോകമണ്ടൻ. ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ബീട്രൂട്ട് നടല്ലട ബുദ്ധിമാനെ. ഞാൻ നട്ടുണ്ട് കഴിഞ്ഞ് പോരാണല്ലോ. ഓടറാ കുടിക്കുമ്പോമാര് ജില്ല കണ്ടുവരുന്നില്ല. നമ്മളിതൊക്കെ മുറിക്കുന്നു, ഇടുന്നു. എൻ്റെ വധൂരി ഓടി. ഓക്കെ, സെറ്റ് ചെയ്തു. ക്യാരറ്റ് നമ്മളുടെ ഫുഡ് കുറച്ച് നമ്മളുടെ സെറ്റാക്കണം. പകുതി ക്യാരറ്റ് നമ്മളുടെ കയ്യിലുണ്ട്, പകുതി ക്യാരറ്റ് അവിടെയുണ്ട്, കുറച്ച് ഇവിടെ നട്ടിട്ടുമുണ്ട്. ഓക്കെ, സെറ്റ്. ഇതിന് സെറ്റായി വരട്ടെ. നമുക്ക് ഹോ ഉണ്ടാക്കിയിട്ട് വേണം അത് സെറ്റാക്കാൻ.
അതിന് മരമൊക്കെ മുറിക്കണം, അത് വേറെ കാര്യം. അത് പറഞ്ഞപ്പോഴാണ് നമുക്കിത് വേണ്ടേ, വാട്ടർ മെലൺ. അവിടെ ചെടി അത്രേ ഉള്ളൂ. നമ്മളിതെങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. ബീട്രൂട്ട്, ക്യാരറ്റ്, വീറ്റിൻ്റെ അവിടെ 2 ഇതുണ്ടാക്കിയിട്ട് വീറ്റിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. ഇത് പട്ടിയാണോ അത് പൂച്ച? ഈ മണി ഊരിക്കൊണ്ടുപോയി നമ്മളുടെ വീട്ടിൽ വെച്ചാൽ വേണ്ട. മണിയല്ല നമുക്ക് വേണ്ടത് ടോർച്ച്. ടോർച്ച് ഗൈസ്, ടോർച്ച് വേണം. ടോർച്ചുണ്ട്, കുറച്ച് കളിയുണ്ട്. നമ്മുടെ വീട്ടിൽ ടോർച്ചുണ്ട്, അപ്പോൾ പേടിക്കണ്ട. നമ്മളുടെ ഫാർമൊന്ന് ലൈറ്റൊക്കെ ചെയ്ത് സെറ്റാക്കണം. 2:30 മതി. നമ്മുടെ ബെല്ലിൻ്റെ അവിടെ ലൈറ്റ് വേണം. പിന്നെ ഈ ലൈറ്റ് പൊട്ടിയാൽ ഈ കോർണറിൽ എൻ്റെ അവിടെ വെച്ചോളാം. ഓക്കെ, ഇവിടെ വെച്ചോളാം. സെറ്റ് ലൈറ്റൊക്കെ വെച്ച് സെറ്റായി. ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനി നമുക്ക് അവിടെ പോയി പണിയൊക്കെ തുടങ്ങാം. ഒരു ഫർണസ് വേണം. ഫർണസ് അവിടെ കുത്തിക്കയറ്റാം. ഇത് പൊറിച്ചിട്ട് അവിടെ കുത്തിക്കയറ്റാം. ഫർണസ് ഉണ്ടാക്കാൻ സുഖമായിട്ട് വേണം. അതിന് പിക്കാസ് വേണം. പിക്കാക്സ് വേണം. ഈ ഫാർമിങ് കൊള്ളാം. അതേ ബത്തക്ക കുറേ കിട്ടിയല്ല. ബത്തക്കയുടെ സീഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബത്തക്കയുടെ സീഡ് എങ്ങനെ കിട്ടാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബത്തക്ക വാരി കൂട്ടാം. ബത്തക്കകളായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ അയാളുടെ അണ്ടർവേൾഡ് ബത്തക്കകളായി. ഓക്കെ, ബത്തക്കാന്നും പറയും, തണ്ണിമത്തനും പറയും. നമ്മൾ ബത്തക്കകളായി. ഒരു സ്റ്റാക്ക് ആയടാ. ഒരു സ്റ്റാക്കിൽ കൂട്ടാം. ഒരു സ്റ്റാക്ക് വെച്ചോളൂ. ഒരു സ്റ്റാക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്കെടുക്കാം. ഓക്കെ, തിന്നാൻ വേണ്ടി നമ്മൾ ബത്തക്കകളൻ എല്ലാം മുറിച്ച് കട്ടെടുക്കുന്നു. നമുക്ക് കോഴീനെ വീട്ടിൽ കയറ്റാം. വാ. സീഡ് വേണോ? വേമ്പ തോറ് പൊളിച്ചടേ. പലയായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. കയറടാ ലോകമണ്ടന്മാരെ. 2 ആളും കൂടി തല്ലെടുക്കാണ്ട് ഒരാൾ വെച്ച് കയറും. വാ. അങ്ങനെ ഗുഡ് ബോയ്സ്. പോലെ പോയല്ലോ. വാ. അത് കയറാ. പാട സണ്ണിട്ട ഡോർ വെച്ചോ. അത്രേ ഉള്ളൂ. ഇവിടെ കിടക്കട്ടാ. ഞാൻ പോട്ടെ. ഇവിടെ കിടന്നു. അയ്യോ പോലെ. ഒരു കോഴി മതി.
അല്ലെങ്കിൽ വേണ്ട. പൊക്കോ, നീ പൊക്കോ. പോടാ, നമുക്ക് ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഓക്കെ, ഓക്കെ. നമ്മുടെ എണീറ്റിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്താ സംഭവം അറിയത്തില്ല കേട്ടോ. ഷുഗർ കേക്ക് നമുക്ക് നടാം. നമുക്ക് ഇവിടെ ഷുഗർ കേക്ക് നട്ട് സെറ്റാക്കണം. ഷുഗർ ഫാമിങ് എന്നൊക്കെ പറയാം. ബ്രെഡ് ഉണ്ടാക്കണം. ഉമ്മാടൊക്കെ ഉണ്ടാക്കാം. കരിയൊക്കെ ഉണ്ടാക്കാം. അടിയനെ ചീത്ത പറയാനാണ് ചോറിനാണ്. ഓക്കെ, നമ്മളുടെ അങ്ങനെ ബീറ്റ്. അയ്യോ, രണ്ട് വിക്കാസ് യൂസ് ചെയ്തതാണ്. ഒറ്റ യൂസ് ചെയ്താൽ മതി. നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണം. കുറേ പണിയുണ്ട്. ബക്കറ്റ് ഉണ്ടാക്കാൻ ഇതിൻ്റെ അയ്യോ അയ്യോ കുടുങ്ങി രക്ഷപ്പെട്ടു. കിട്ടി. അടിച്ചിട്ട് എട്ടെണ്ണം കിട്ടി. വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെന്ന് തോന്നാം. ഇനി നമുക്ക് ഇനി എവിടെയെങ്കിലും ഇത് ഷുഗർ കെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ഇത് ഷുഗർ കെയിൻ ഒന്നുമില്ല. നമുക്ക് ഷുഗർ കെയിൻ ഫാം നമ്മൾ സെറ്റാക്കണ്ടായിരുന്നില്ലേ? അവിടെ കൊണ്ടുപോയി വെക്കാം. മുടിക്കുക സെറ്റാക്കാം. ഇതാണ് മതി. ഷുഗർ കെയിൻ ഇടാം. സെറ്റാക്കണം. ഓക്കെ, ഇവിടെ ഷുഗർ കെയിൻ നമ്മൾ നട്ടിട്ടുണ്ട്. ആമായിട്ടില്ല, ഇപ്പോഴും കുറച്ചായിട്ടുള്ളൂ. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി ഇതിടാം. കുറച്ച് പുറത്ത് വെക്കാം. നല്ലതാണ്.
ഉണ്ടാക്കി വീറ്റ് കൊടുക്കാം. ഓ, ഇത് ഉപകാരം മനസ്സിലായി. ഓ, സാഡിൻ്റെ ആവശ്യം നമുക്ക് വരും. ഫുള്ളായോ? ഫുള്ളായി. ഓക്കെ, ഫുള്ളായിരിക്കുന്നു. സാഡിയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നോക്കണം കേട്ടോ. വേറെ നോക്കിയില്ലെങ്കിൽ പുറത്തൊക്കെ അറിയാം. ഗർഭാറ് കൂടെ ഉണ്ടത് നോക്കി കാണാൻ പറ്റും. ഗർഭാറ് ഓരോന്നായിട്ട് ഫുള്ളാക്കാം. അറിയാം ഫുള്ളാക്കാം. ഗർഭാറ് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ. ഗർഭാറൊക്കെ നമുക്കുണ്ടാക്കി. ഇതോടെ പൂജ കുഞ്ഞാക്കി എന്തൊരു കുഞ്ഞാണത്. ഭയങ്കര കുഞ്ഞിപ്പിച്ചു. അത് പറഞ്ഞപ്പോൾ നമുക്ക് ചൂണ്ട ഉണ്ടാക്കണം. ചൂണ്ട നമ്മൾ കുറച്ച് വീട്ടൊക്കെ അടിച്ച് മാറ്റിയാൽ നമുക്ക് ഈ ഫ്രെയിംസ് അടിച്ച് മാറ്റിയിട്ട് എന്തെങ്കിലും ഫാം പോലെ, അതായത് കോഴി ഫാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. മരം വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അത് കപ്പാസിറ്റി 12 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. മരം വയ്ക്കാം. മരമൊടി ഇതൊക്കെ നമ്മൾ ഓക്കെ. മരമൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ വീടല്ല, എന്നാലും ഇതാരടാ പന്നിയാണത്. ശരി, അത് പന്നിക്കെന്താ അങ്ങനെയുള്ള നമ്മളുടെ നൈറ്റ് ആവാനായി. നമ്മളുടെ നൈറ്റല്ല, നൈറ്റ് ആവാനായി. നമുക്ക് ക്രാഫ്റ്റ് ലെവലിലിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അടയോ ഫാമും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അങ്ങനെ സെറ്റാക്കാം. ഇവിടെ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കണം? അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതാക്കണം. എടുക്കുക, പിന്നുള്ളതെല്ലാം അത് ഇതാക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഇതിലോട്ട് മാറ്റാം. ഫുഡ് ആവശ്യമുണ്ട്. ക്യാരറ്റ് ഇതിലേക്ക് മാറ്റാം. സീഡ്
സോറി സീറ്റല്ല. ഓക്കെ, ഇപ്പോൾ എത്ര ആവശ്യമുള്ളൂ നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു സ്റ്റിക്ക് കുറേ ക്രിയേറ്റ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്തു. ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, കുറച്ചും കൂടി. ഓക്കെ, സെറ്റ്. ഇനി രാവിലെ പണിയെടുക്കാം. ഓക്കെ, സെറ്റ്. നമുക്ക് ഫാം സെറ്റാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫാം സെറ്റാക്കിയാൽ അതേ സോംബി കള്ളപ്പാടിപ്പൊരി സോംബിയാണ് ഈ വെള്ളത്തിൽ വരുന്ന. ചത്തു പോകണമേ, ചത്തുപോയാമായി. നമുക്ക് ഇവിടെ സെറ്റാക്കാം. ഇവിടെ എങ്ങനെ സെറ്റാക്കാം? അയ്യോ, അവിടെ വരുന്നുണ്ട്. ഫാം സെറ്റാക്കുന്നുണ്ട്. പാർട്ട് 2 നമ്മൾ കുറച്ച് ഡെർട്ട് വഴി ചെയ്യണം. ഡെർട്ടിൻ്റെ ആവശ്യം അത്ര മതിയോ? ഇത്രയൊന്നും വേണ്ടായി. ഓക്കെ, കുറച്ചും കൂടി വേണം. അയ്യോ, ഫെൻസിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ചാടാൻ പറ്റില്ല കേട്ടോ. അത് വേറൊരു കാര്യം. പിന്നെ ഇങ്ങനത്തെ ബ്ലോക്കുകളെല്ലാം പൊളിക്കാതെ എനിക്ക് തോന്നിച്ചൊക്കെ പൊളിക്കാണ്. ഇവിടെ ഡോറ് അങ്ങനെയാണെങ്കിൽ വേണ്ടി വരും. 2 എണ്ണം വെക്കാം, 3 എണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് 1 കൂടെ എടുത്താൽ. ഓക്കെ, ഫെൻസ്. അയ്യോ, കുറേ ഉണ്ടാക്കി. മണ്ടത്തെ കാട്ടിയ ഉള്ളതിൽ മൊത്തം കൊണ്ട് ഉണ്ടാക്കി. ശേ, നമ്മുടെ ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി തിരിച്ചിങ്ങനെ ആക്കാൻ പറ്റും. സ്ലാബ് 60 എണ്ണം. സ്റ്റിക്കാക്കാടാ, സ്റ്റിക്കാക്കണ്ട. സ്വാഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റിക്ക് പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്വാഡ് ക്രിയേറ്റ് ചെയ്യണം പറയണം. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാം. ഇൻവെൻ്ററിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കോഴീനെ പിടിക്കാൻ സീഡ് വെക്കണം, വീറ്റും വെക്കണം. ആടിന് ഇതിനൊക്കെ പിടിക്കാൻ. പിടിക്കാൻ അടുത്ത വീഡിയോയിലാക്കണം, ഈ വീഡിയോയിലാക്കണം. പിടിക്കണത് ഈ വീഡിയോയിലാക്കാം അല്ലേ? കുറച്ച് മതി, ഒരെണ്ണം വേണ്ട സത്യം പറഞ്ഞു. ആടി 3 എണ്ണം വെക്കാം. അയ്യോ, ഇത് നമ്മളുടെ ഇൻവെൻ്ററിയിൽ. ഓക്കെ, ഫ്രീ ഹാൻഡ് വേണം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ കോഴിപിടുത്തം ആൻഡ് കോഴിപിടുത്തം. പന്നിയാണത്. ഇതെന്താ സാധനം? എനിക്കറിഞ്ഞൂടാ കേട്ടോ. സ്പ്രിൻ്റ് ചെയ്യണം എങ്ങനെയാണോ? സ്പ്രിൻ്റ് ചെയ്ത് മനസ്സിലായി.
നമുക്കിനി ആട് ആൻഡ് കോഴിപിടുത്തം നടത്താം. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇവിടെ വീറ്റ് ഷീൽഡ് മാത്രം നോക്കാൻ പറ്റുള്ളൂ. റിയൽ മൈൻക്രാഫ്റ്റിൽ നമുക്ക് അവിടെ വീറ്റൊക്കെ വെക്കാം. ആദ്യം നമുക്ക് കോഴിനെ പിടിക്കാം. അതിനായിട്ട് ഇവിടെ നേരത്തെ 5-6 കോഴി ഉണ്ടായിരുന്നല്ല, ഇപ്പോൾ ഒരു കോഴിയില്ല. ആദ്യം കാണുന്ന എന്താണ് അതിനെ പിടിക്കുക. നേരത്തെ 5-6 കോഴി ഉണ്ടായിരുന്നല്ല, ഇപ്പോൾ ഒരു കോഴിയില്ലേ. എന്തുപോലെയാന്ന് പറഞ്ഞ് ചാടി കളിക്കാണ് ഞാൻ. എടാ ഒരെണ്ണം പശുവാണത്. എടാ പശുവിനെ പിടിക്കാല്ലേ, പശുമോനെ ആവോ, ഒരു പശുവിനെ കൂടി കണ്ടായിരുന്നല്ലേ. പശുമോനാവോ, എല്ലാ പശുമോനാവോ. ഓക്കെ പശുമോൻ ഇക്കാക്കയുടെ പശുമോൻ വായോ. പശുമോൻ വെള്ളാട്ടം പശുമോൻ ആവോ. നമുക്ക് നമ്മളുടെ വീട് വരെ കൊണ്ടുപോകണം. നിങ്ങളെ തപ്പി ഒരു സ്വർഗം വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേഗമാവോ പശുമോൻ, വേഗമാവോ. കുടിക്കുക. വാ. ഓക്കെ ചാടി വാ. വീട്ടിലേക്ക് വാ. ഒരുത്തൻ കയറി വാ. തല്ലിടല്ലേ. ഇവിടെ തല്ലിടാണ്ട് ഒരുത്തൻ കയറി വാ. കയറി വാ. പശുമോൻ ആവോ. അകത്ത് കയറി പശുമോൻ. 2 പശുമോനകത്ത് കയറി പുറത്ത് കയറി ഡോറട്ടെ. നമ്മളെ പശുമോനെ കളക്ട് ചെയ്തിരിക്കുന്നു. വീറ്റ് കൊടുത്ത് നോക്കാം. എന്നിട്ട് അവന്മാർ കുഞ്ഞുങ്ങളുണ്ടാക്കുമ്പോൾ നോക്കാം. അറിയില്ല കേട്ടോ. എക്സ്പെരിമെൻറ്റ്. കുറച്ച് വീട്ടെടുത്തായി പിടിക്കാം. മക്കൾ കുഞ്ഞുങ്ങളുണ്ടാക്കട്ടാ. ഉണ്ടാക്കി. ബ്രോ എക്സ്പെരിമെൻറ്റ് സക്സസ്. XP പോയിൻ്റ് കിട്ടിയിട്ടാ. ഇപ്പോൾ തൽക്കാലം അത്രയും വേണം. ഓക്കെ, നമ്മൾ ഇതിനെ പിടിച്ചു. മതി. നമുക്ക് കോഴിനെ പിടിക്കാൻ അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്തൊക്കെ ചെയ്തു. ഷുഗർ ഫാം സെറ്റാക്കി, നമ്മളുടെ ഫാം സെറ്റാക്കി, പിന്നെ നമ്മളുടെ പശുവിനെ കണ്ടുപിടിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് പാർട്ട് 1 ആയിരിക്കും. ഈ പാർട്ട് 2 ആയിട്ട് കാണുന്നവരെ നമുക്ക് എന്തോ പറയാം, ഞാൻ മറന്നുപോയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ അതൊക്കെ പറഞ്ഞേലേ, ഞാൻ തെറ്റേതണ പറയണേ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.